ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എല്ലാവരും മറന്നുപോയോ? മറക്കാനൊരു ചാൻസും ഇല്ല. ഞാൻ പ്രത്യേകം ഇൻട്രൊഡക്ഷൻ വല്ലതും തരേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ? അതായത് ബിഗ് ബോസ് സീസൺ 4 ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു മത്സരാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉത്തരം പറയാം. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് 60-65 ദിവസം കൊണ്ട് ഇത്രയധികം ആരാധക വൃന്ദത്തെ നേടിയെടുത്ത ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പച്ചയായ ഒരു സത്യം മാത്രമാണ് കേട്ടോ. അപ്പോൾ ബിഗ് ബോസിൽ നിന്നും ഇദ്ദേഹം പുറത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തെ കാത്തിരുന്ന ലക്ഷക്കണക്കിന് ആരാധകർ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇനോഗ്രേഷന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഫിയാൻസി ആർതി പുടിയുമായിരുന്നു വന്നിരുന്നത്. അന്ന് ഒരു ഉച്ച സമയമായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ആ പൊരു വെയിലെത്തും അദ്ദേഹത്തിന് കാത്തു നിന്നത് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു. പകുതിയിലേറെ പ്രായമായ അമ്മമാർ കേട്ടോ. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഈ അമ്മമാർ ഇദ്ദേഹത്തെ കാണാൻ വന്നത്. അപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും ആരാധക വൃന്ദം, എന്തുകൊണ്ടാണ് ഈ ആരാധകരൊക്കെ ഇദ്ദേഹത്തെ എങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഇദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ഏകദേശം ഒരു മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള, അതായത് ഇദ്ദേഹം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്ന 3-4 പേർ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ചാടുകയും ഇദ്ദേഹത്തിനെതിരായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല ചാനലുകളിലൂടെയും സ്വന്തം ചാനലുകൾ ക്രിയേറ്റ് ചെയ്തും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെ, ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ പോലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. അത് മുഖേന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അന്ന് വരെ ഉണ്ടാക്കിയെടുത്ത എല്ലാം ഒന്നൊന്നായി തകർന്നു പോവുകയായിരുന്നു. കംപ്ലീറ്റ്ലി തകർന്നെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇന്നും ആരാധകർ ഏറെയുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അത്രയും ഫാൻ പവർ ഒരു മത്സരാർത്ഥിക്കും ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ലോകത്തിൽ മറ്റെന്തൊക്കെ നമ്മൾ നേടിയാലും ജനങ്ങളുടെ സ്നേഹം, അവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പം അന്നുണ്ടായിരുന്ന ഒരു ഉയർച്ചയിൽ നിന്നും ഒരു പടി ഇദ്ദേഹം താഴെ വീഴാൻ ഇദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്തുക്കളായിരുന്ന ശത്രുക്കൾ തന്നെ നിമിത്തമായി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവരിറക്കുന്ന വീഡിയോയിലൂടെ സാധാരണക്കാരൊക്കെ ഇത് കാണുമ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തെറ്റുകാരനാണല്ലോ എന്നറിയാതെ ചിന്തിച്ചു പോകും. കാരണം സാധാരണ മനുഷ്യന്മാരാണല്ലോ എല്ലാം. ഒന്ന് കണ്ട് വിശ്വസിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്, കേട്ട് വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ആർക്കും ഒരു മാർഗവുമില്ല. കാരണം എല്ലാവരുടെയും വിരൽത്തുമ്പിലിരിക്കുന്ന ഈ ഫോൺ തന്നെ ശരണം അല്ലേ. അപ്പം മാക്സിമം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നെഗറ്റീവ്സ് മാത്രമായിരുന്നു ആ ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അദ്ദേഹത്തിന് ഫിയാൻസിയും ഫാമിലിയും പോലും അത് വളരെയധികം എഫക്റ്റ് ആയിരുന്നു എന്നുള്ളത് പച്ചപരമാർത്ഥം മാത്രം. അന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ പോലും ഇത്രമാത്രം എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിക്ക് പോകുന്നില്ല, നിയമ നടപടിക്ക് ഇദ്ദേഹം പോകുന്നില്ല എന്നുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പ്യൂർ സോൾ ഉണ്ട്. ഈ ഫ്രണ്ട്സ് ആണ് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് മാത്രമായിരിക്കണം ഇദ്ദേഹം ശക്തമായ നടപടികളിലേക്ക് ഒന്നും തിരിയാതിരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലും ഒരു സ്ത്രീയുടെ പേരൊക്കെ ചേർത്തിട്ടായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് അത്രമാത്രം ബഹുമാനമില്ലാത്ത രീതിയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ ഫാദറിനെയും അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയും കുറിച്ച് വരെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ശക്തമായ ഒരു നിയമ നടപടിയിലേക്ക് ഇദ്ദേഹം പോകുന്നില്ല എന്നതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ അങ്ങ് പോയി. പക്ഷേ കഴിഞ്ഞ ഒരു മാസം ചില കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പ്യൂർ സോളാണ്. കാരണം ഇദ്ദേഹത്തെ വാളുകൊണ്ട് വെട്ടാൻ വന്ന മനുഷ്യനെ പോലും പിന്നീട് എപ്പോഴെങ്കിലും കണ്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു കാണിച്ചാൽ ഇദ്ദേഹം എല്ലാം മറന്നുപോയി കെട്ടിപ്പിടിക്കും. അതിനപ്പുറത്തേക്ക് എന്താണ് നല്ലൊരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് തെളിയിക്കാൻ വേണ്ടത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പകയില്ല, ദേഷ്യമില്ല. ഇങ്ങനെ ഒരു കാര്യങ്ങളും ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കൂടെ അദ്ദേഹം പകരം വീട്ടിയതായിട്ട് ഒരിക്കലും കേട്ടിട്ടില്ല കേട്ടോ. അത്രമാത്രം ജനുവിനായിട്ടൊരു മനുഷ്യനാണ് അതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അന്നും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇദ്ദേഹം എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുന്നില്ല എന്ന്. പക്ഷേ ഇന്നലത്തെ ആ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഇരട്ടി ബഹുമാനവും ഇരട്ടി സ്നേഹവും ഒക്കെ തോന്നുകയുണ്ടായി കേട്ടോ. സ്വന്തം പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്താണെങ്കിലും ശക്തമായ നിയമ നടപടി എടുക്കുക എന്നുള്ളൊരു മാതൃകയാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.